ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അർഷിനാണ്. അർഷിൻ മമ്പാട് MES ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇപ്പോൾ +2 കഴിഞ്ഞിരിക്കുകയാണ്. +1 97% മാർക്കൊക്കെ സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് അർഷിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. അപ്പോൾ അർഷിൻ എന്തൊക്കെയുണ്ട് വിശേഷം? ഓക്കെ, അർഷിൻ ഇപ്പോൾ +2 സയൻസ് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ +1 +2 സയൻസ് എടുത്തിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഇപ്പൊ അർഷിൻ എന്ത് ചെയ്യുന്നു? ഒന്നും പറയാല്ല, തീരുമാനമായി മൂഞ്ചി പോയിക്കണ്. ഞാന് 10ാം ക്ലാസ് 10ല് ഫുൾ A+ ഉണ്ടായിനി. ഞാൻ കഴിഞ്ഞിട്ട് +1 വന്നു. നല്ല എൻട്രൻസ് ഒക്കെ എടുത്ത് നല്ല പ്രൊഫഷണൽ കോഴ്സിനൊക്കെ പോകണം എന്നല്ല, നല്ല അടിപൊളി കോളേജിലും നല്ല കോഴ്സ് കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെ +1 ട്യൂഷന് ചേർന്നു. പിന്നെ അവിടുന്ന് സാറുമാരെ മോട്ടിവേഷനൊക്കെ കിട്ടിയാണ്. ഫസ്റ്റ് ഫുള്ള് മോട്ടിവേഷനൊക്കെ കിട്ടി ഇങ്ങനെ വിജയായി. ഭയങ്കര ആദ്യത്തെ ഒരു 3 ആഴ്ചയൊക്കെ എൻട്രൻസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനും നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് ട്യൂഷൻ സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് ട്യൂഷനക്ക് വരും. അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പിന്നെ സ്കൂൾ ഇങ്ങനെ ഓപ്പൺ ആയി. പിന്നെ ഫ്രണ്ട്സിന്റെ വൈബില് അങ്ങനെ പോയി ഇതിമൊന്നിലെ ടച്ചൊക്കെ വിട്ട് ട്യൂഷന് വരും, വൈകി വരും, നോട്ടൊന്നും മര്യാദക്ക് മെയിൻറ്റെയിൻ ചെയ്തില്ല. പിന്നെ ഇതിൽ നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു +1 പക്ഷെ ഞാൻ ഇപ്പോൾ കെയിം ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഞാൻ കരുതിയ ഒരു കോളേജും കരുതിയ കോഴ്സൊന്നും ഇപ്പൊ എനിക്ക് കിട്ടുമെന്ന് ഒരു പ്രതീക്ഷ അല്ല. അപ്പൊ അർഷിൻ ഇപ്പൊ 10th കഴിഞ്ഞ് ഇപ്പൊ വെക്കേഷൻ ഒക്കെ എൻജോയ് ചെയ്തിട്ട് റിസൾട്ട് ഒക്കെ വരാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ടാവും. അവരിപ്പോ ഇനി +1 സയൻസ് ഒക്കെയാണ് അവർ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനത്തെ കുട്ടികളോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളോട് നിങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പൊ ഇലക്ഷൻ ഒക്കെ ആയതുകൊണ്ട് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. അതായത് ഇപ്പൊ മെയ് 3rd വീക്കിനേക്കാരം റിസൾട്ട് വരാം. അപ്പോൾ അതിന് നിങ്ങൾ ട്യൂഷന് ചേരാന്നൊക്കെ കരുതുമ്പോൾ ട്യൂഷന്റെ പോർഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് തീർന്നോളും. അപ്പൊ അതിന്റെ മുമ്പ് തന്നെ എൻട്രൻസിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആദ്യം തന്നെ ട്യൂഷന് വരിക, പിന്നെ ക്ലാസ്സുകൾ അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ പഠിക്കുക, നോട്ടൊക്കെ കറക്റ്റ് ആയിട്ട് എഴുതി പോവുക. പിന്നെ കുറെ എൻട്രൻസുകളുണ്ട് +2 ഒപ്പം കിട്ടണ തന്നെ. അപ്പം അതിനൊക്കെ വേണ്ടി ഫോക്കസ് ചെയ്ത് കണ്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡെയിലി ഇങ്ങനെ ചെയ്യാം. അപ്പൊ അർഷിൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ 10th കഴിഞ്ഞ് ഇപ്പൊ +1 അഡ്മിഷൻ എടുക്കാനുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പൊ അവരെന്ത് ചെയ്യുക, നേരത്തെ തന്നെ നിങ്ങൾ എൻട്രൻസ് ഒക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പൊ കറക്റ്റ് നോട്ട്സ് കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് എഴുതി പോവുക. നമ്മൾ പഠിക്കുന്നത് തന്നെ അതിന്റെ കൂടെ തന്നെ പഠിച്ചു പോവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു കോഴ്സും കോളേജൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. സോ ഓൾ ദി വെരി ബെസ്റ്റ്.